വെൽക്കം ടു എ ഡ്രീം എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസാണ്. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിലുള്ള എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആണ്. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെയും അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ സിസ്റ്റം, അതായത് നമ്മുടെ എക്സാമിൻ്റെ എല്ലാ സിസ്റ്റവും മാറിയിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് വരുന്നതിൻ്റെയും അപ്പോൾ അതിൻ്റെ മാർക്ക് സിസ്റ്റം ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിലുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കൂ. നമുക്ക് 14 ചാപ്റ്ററുകളാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 14 ചാപ്റ്ററുകളിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ബിസിനസ് എൻവിറോൺമെൻറ്റ്. ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ? ബിസിനസ്സും അതിൻ്റെ ചുറ്റുപാടുകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത് നോക്കൂ, രണ്ടാമത്തത് കമ്പനി ഫോം ഓഫ് ബിസിനസ്. നമുക്കറിയാം ടൈപ്സ് ഓഫ് കമ്പനി ഫോംസുകൾ ഉണ്ട് അല്ലേ? അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതേപോലെ തന്നെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, പാർട്ട്ണർഷിപ്പ് ഫേം. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് കമ്പനി ഫോം ഓഫ് ബിസിനസ്. എന്താണ് കമ്പനി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ നോക്കൂ, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് അല്ലേ? അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലാൻ ചെയ്യണം അല്ലേ? പിന്നീട് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അത് ഓർഗനൈസ് ചെയ്യണം. പിന്നീട് അതെന്ത് ചെയ്യണം? അത് ഓർഗനൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ വേണം? എംപ്ലോയീസിനെ വേണം. അപ്പോൾ ആ എംപ്ലോയീസിനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് സ്റ്റാഫിങ്. അപ്പോൾ ഈ എംപ്ലോയീസിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ എംപ്ലോയീസിനെ കൊണ്ട് പണിയെടുപ്പിക്കണം അല്ലേ? വർക്ക് ചെയ്യിപ്പിക്കണം. അതിനെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ്. അപ്പോൾ നമുക്കിവിടെ എംപ്ലോയീസായി അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനൊക്കെ ഒരു സിസ്റ്റമായി. പിന്നെ എന്താണ്? കോർഡിനേഷൻ. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ എല്ലാ മേഖലയും നമ്മൾ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതിനെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് കോർഡിനേഷൻ. ലാസ്റ്റ് വൺ കൺട്രോളിങ്. കൺട്രോളിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ പോകുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഈ ഒരു പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് മുതൽ കൺട്രോളിങ് എന്നുള്ള ആ ഒരു ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്, ഈ 3 മുതൽ 5 ചാപ്റ്റർ എന്താണ്? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ആ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ആറാമത്തെ ചാപ്റ്റർ എന്താണ്? ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലേ? നമുക്ക് ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫണ്ട് വേണം അല്ലേ? എംപ്ലോയീസിനെ കിട്ടി, നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായി, ഇനി ഫണ്ട് വേണം. അത് എങ്ങനെയൊക്കെയാണ് കണ്ടെത്തേണ്ടത് അതിനെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. അടുത്ത ചാപ്റ്റർ നോക്കുക, ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് അല്ലേ? ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ്. നമുക്ക് പല രീതിയിൽ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താം. അപ്പോൾ ഏതൊക്കെയാണ് ബിസിനസ്സിന് ഫണ്ട് സ്വരൂപിക്കേണ്ട ലോങ് ടേം സോഴ്സസ്, അതിനെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററാണിത്. അടുത്ത നോക്കുക, ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലേ? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ മാർക്കറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫണ്ട് സ്വരൂപീകരണം നടത്തുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ ഷെയർ മാർക്കറ്റുകളെ കുറിച്ചും ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് തുടങ്ങിയ മാർക്കറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നോക്കുക, മാർക്കറ്റിംഗ് മിക്സ്. ഇപ്പം നമ്മുടെ ഫണ്ട് കണ്ടെത്തി, നമുക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസും പ്ലാനിങ്ങുകളും ഒക്കെ സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഡക്റ്റ് അത് എന്ത് തന്നെയായാലും, സർവീസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് മിക്സ്. അതിനോട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് അല്ലേ? നമുക്ക് പരസ്യം ചെയ്യണം. പരസ്യം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മറ്റ് ജനങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. പിന്നെ നോക്കുക, 11ാമത്തെ ചാപ്റ്റർ ഇന്റേണൽ ട്രേഡ്. അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് വെച്ച് നടക്കുന്ന കച്ചവടങ്ങൾ എന്തൊക്കെയാണ്? കച്ചവടങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ഇന്റേണൽ ട്രേഡ് എന്നും എക്സ്റ്റേണൽ ട്രേഡ് എന്നും. ഇന്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ രാജ്യത്തിനകത്ത് വെച്ച് നടക്കുന്ന കച്ചവടങ്ങൾ, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന് പുറത്ത് വെച്ച് നടക്കുന്ന കച്ചവടങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന 2 ചാപ്റ്ററുകളാണ് ഇത്.
അടുത്ത ചാപ്റ്റർ നോക്കുക, മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ്, ഇന്ന് നമ്മളൊരു നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ മാറി ഇപ്പൊ നമ്മൾ എന്താണ്, ഇന്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് തന്ത്രങ്ങൾ ഏതൊക്കെയാണ്, എങ്കിൽ ഏത് രീതിയിലൂടെയൊക്കെയാണ് പുതിയ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്, അതിനെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ്. ലാസ്റ്റ് ചാപ്റ്റർ സെൽഫ് എംപ്ലോയ്മെന്റ്. സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്വയം തൊഴിൽ അല്ലേ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നതാണ് സ്മാൾ സ്കെയിൽ ബിസിനസ്. അപ്പം ഇത്രയും ചാപ്റ്ററുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററും പഠിക്കാം. അപ്പോൾ നോക്കുക, നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയൊക്കെയാണ് നോക്കുക. ഇവിടെ നമുക്ക് 100 മാർക്കാണ്. അതേപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 51 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 to 20 MCQs ആണ്, 1 മാർക്ക് അല്ലേ. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 21 to 35, അതായത് 21 മുതൽ 35 വരെയുള്ള പാർട്ട് 2 സബ് പാർട്ടുകൾ ഉണ്ടാവും. ഓരോ പാർട്ടിനും 1 മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 2 മാർക്ക് കിട്ടും നമുക്ക്. ഇനി അടുത്ത് നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 36 to 41, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നമുക്ക് 30 to 50 വേർഡ്സിലാണ്, അതായത് 30 മുതൽ 50 വേർഡ്സിൽ എഴുതുക. നമ്മുടെ ആൻസർ 30 മുതൽ 50 വേർഡ്സിനുള്ളിൽ ചുരുക്കി എഴുതുക. അതിന് നമുക്ക് കിട്ടുന്ന മാർക്ക് 2 മാർക്കാണ്. പിന്നെ അതേപോലെ തന്നെ 42 മുതൽ 47 വരെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് കിട്ടുന്ന മാർക്ക് 3 മാർക്കാണ്. അതിൽ നമ്മൾ 50 മുതൽ 80 വേർഡ്സ് വരെ എഴുതുക. പിന്നെ ലാസ്റ്റ് വൺ ലോങ് ടേം അല്ലെങ്കിൽ ലോങ് ടൈപ്പ് ആൻസർ, അതായത് ഇവിടെ 48 മുതൽ 51 വരെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് കിട്ടുന്ന മാർക്ക് 5 മാർക്കാണ്. അപ്പം നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കാണ്. മാർക്കിനനുസരിച്ച് വേണം നമ്മുടെ ആൻസറിൻ്റെ ലെങ്ത് കൂട്ടാനും കുറക്കാനും. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പ്രവേശിക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു നോക്കുക, അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിലുള്ളത് എന്നും അത് കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുള്ളത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് എൻവിറോൺമെൻറ്റ്. അപ്പോൾ ബിസിനസ് എൻവിറോൺമെൻറ്റ് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്, ടൈപ്സ് ഓഫ് ബിസിനസ് എൻവിറോൺമെൻറ്റ്. ഇവിടെ 2 ടൈപ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് എക്കണോമിക് എൻവിറോൺമെൻറ്റും നോൺ എക്കണോമിക് എൻവിറോൺമെൻറ്റും. അപ്പോൾ എക്കണോമിക് എൻവിറോൺമെൻറ്റിനെ തന്നെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് എക്കണോമിക് കണ്ടീഷൻ, എക്കണോമിക് പോളിസീസ്, എക്കണോമിക് സിസ്റ്റം. അപ്പോൾ എന്താണ് ഈ എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ? എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ GDP എത്രയാണ്, പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്, അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എക്കണോമിക് കണ്ടീഷൻ എന്നുള്ള ഭാഗത്ത് വരുന്നത്. അതേപോലെ തന്നെ എക്കണോമിക് പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്? അതായത് ഇൻഡസ്ട്രിയൽ പോളിസി, ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, എക്സിം പോളിസി മീൻസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി, അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. അടുത്ത് നോക്കുക, മൂന്നാമത്തത് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ 3 സിസ്റ്റംസ് ആണുള്ളത്. ക്യാപിറ്റൽ എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി, മിക്സഡ് എക്കണോമി. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിക്സഡ് എക്കണോമിയാണ്. ഇനി നോക്കാം നോൺ എക്കണോമിക് എൻവിറോൺമെൻറ്റ്. രണ്ടാമത്തെ ഭാഗമാണ് നോൺ എക്കണോമിക് എൻവിറോൺമെൻറ്റ്. നോൺ എക്കണോമിക് എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എക്കണോമിക് അല്ലാത്ത, സാമ്പത്തികമായ കാര്യങ്ങളല്ലാത്ത മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് സോഷ്യൽ എൻവിറോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ്, ലീഗൽ എൻവിറോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ്, ഡെമോഗ്രഫിക്കൽ എൻവിറോൺമെൻറ്റ്. അതായത് സോഷ്യൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ ബിസിനസ് തുടങ്ങുന്നത് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട സൊസൈറ്റി, അവിടെയുള്ള സൊസൈറ്റീസിൻ്റെ ട്രഡീഷണൽ കൾച്ചർ, അവരുടെ വാല്യൂസ്, അവരുടെ വിശ്വാസങ്ങൾ, അതെന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ
നമ്മുടെ നാട്ടിലെ ഓരോ ആഘോഷങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ വിവിധ വിശ്വാസങ്ങളിലുള്ള പല ആഘോഷങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ സ്ഥാപനങ്ങളും അതിനനുസരിച്ച് ആഘോഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഗവൺമെന്റ് പലതരത്തിലുള്ള റൂൾസും റെഗുലേഷൻസും ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതും ബിസിനസ്സിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ലീഗൽ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? കമ്പനീസ് ആക്ട് പ്രകാരം ഒരുപാട് നിയമവശങ്ങളുണ്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ടുകളുണ്ട്. അതാണ് ലീഗൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ലീഗൽ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ്, അടുത്ത ഭാഗമാണ് ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ്. അതായത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട നിരവധി ടെക്നോളജീസ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഡെമോഗ്രഫിക്കൽ എൻവിറോൺമെന്റ്. അതായത് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഡെമോഗ്രഫിക്കൽ സിസ്റ്റം എന്തൊക്കെയാണ്, അതായത് അവിടുത്തെ പോപ്പുലേഷൻ റേറ്റ് എങ്ങനെയാണ്, അതിന്റെ സൈസ് എങ്ങനെയാണ്, ഡെമോഗ്രഫി സൈസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡെമോഗ്രഫിക്കൽ എൻവിറോൺമെന്റിൽ വരുന്നത്. ഇതാണ് ടൈപ്സ് ഓഫ് എൻവിറോൺമെന്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് വരുന്നത്. അതായത് ബിസിനസ് എൻവിറോൺമെന്റ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിസിനസിന്റെ ചുറ്റുപാടുകളാണ്. അപ്പോൾ മെയിൻ ആയിട്ടും രണ്ട് ഭാഗങ്ങളാണ് ഇവിടെ, എക്കണോമിക് എൻവിറോൺമെന്റും നോൺ എക്കണോമിക് എൻവിറോൺമെന്റും. ഈ രണ്ട് ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് എന്ത്, ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ രണ്ട് എൻവിറോൺമെന്റും കൂടെ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് വേണം ബിസിനസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ. ഓക്കെ, ഇനി ഇതിലെ അടുത്തൊരു ഭാഗമാണ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ എക്കണോമി. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, എക്സാമിന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്ന ഒരു ഏരിയയാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇത് മൂന്നും നിങ്ങൾക്ക് പരിചയമുള്ള വേർഡ്സ് ആണ്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, എല്ലാം ലിബറൽ ആക്കുക, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫ്രീഡം കൊടുക്കുക അല്ലേ? അതായത് എലിമിനേറ്റിംഗ് അൺനെസസറി കൺട്രോൾ അല്ലെ? ആവശ്യമില്ലാത്ത ഒരുപാട് കൺട്രോളുകൾ ബിസിനസ്സിൽ നിന്ന് ഒഴിവാക്കുക, അവർക്ക് എന്ത് ചെയ്യുക, ഫ്രീഡം കൊടുക്കുക. അപ്പം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആവും, അവർ കൂടുതൽ കൺട്രോൾ ഇല്ലാതെ നല്ലൊരു രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ നോക്കുക, പ്രൈവറ്റൈസേഷൻ. ഇവിടെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ദി റോൾ ഓഫ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന്റെ റോള് കുറച്ചുകൊണ്ട് കൂടുതൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക അല്ലെ? അപ്പൊ അങ്ങനെ ആകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പ്രൈവറ്റ് ഓണേഴ്സ്, കൂടുതൽ ബിസിനസ് പ്രൈവറ്റൈസർ ആയിട്ടുള്ള ബിസിനസ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നു. ലാസ്റ്റ് വൺ, ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ദി എക്കണോമി ഓഫ് എ കൺട്രി വിത്ത് ദി വേൾഡ് അല്ലേ? നമ്മളെ അല്ലെങ്കിൽ ലോകത്ത് മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്യുക, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ലോകം മൊത്തം എത്തിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലെ, കൂട്ടിച്ചേർക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയെ മറ്റു രാജ്യങ്ങളുമായി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാം എന്നുള്ളതാണ് ഈ ഗ്ലോബലൈസേഷൻ എന്നുള്ള പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 വേർഡ്സ് ഈ ഒരു ചാപ്റ്ററിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്തായിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ എലിമിനേറ്റിംഗ് എന്നുള്ള വേർഡ് നിങ്ങൾ നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ റെഡ്യൂസിങ് ദി റോള് ഓഫ് പബ്ലിക് സെക്ടർ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു 3 വേർഡ്സ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്തൊരു ഭാഗമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. ഇവിടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയോട് ബിസിനസ്സിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതായത് ഒരു സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ചും അതേപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചൊക്കെ വേണം എന്ത് ചെയ്യാൻ, ബിസിനസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ. അതേപോലെ തന്നെ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. ആരൊക്കെയാണ് അവർ? അതായത് ഷെയർ ഹോൾഡേഴ്സ്, അതേപോലെ തന്നെ എംപ്ലോയീസ്, കൺസ്യൂമർ, ഗവൺമെൻറ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇവരോടും ചില ഉത്തരവാദിത്തങ്ങൾ ആർക്കുണ്ട്? ബിസിനസ് സ്ഥാപനങ്ങൾക്കുണ്ട്. അതായത് ഷെയർ ഹോൾഡേഴ്സിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ് അവിടുത്തെ ഓണേഴ്സ്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ബിസിനസ് സ്ഥാപനത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്.
അതേപോലെ തന്നെ അവർക്ക് റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കണം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റിന്റെ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ആർക്ക് കൊടുക്കും? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും അല്ലെ. അതായത് പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് എന്ത്? ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ എംപ്ലോയീസിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് ഫെയർ വേജസ് അല്ലെങ്കിൽ അവർ പണിയെടുത്തതിനനുസരിച്ചുള്ള വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള സാലറി അവർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അവർക്ക് വർക്ക് ചെയ്യാൻ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആരുണ്ടാക്കി കൊടുക്കണം? ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ തന്നെ കൺസ്യൂമറിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? കൺസ്യൂമറിന് റെഗുലറായിട്ട് സാധനങ്ങൾ സപ്ലൈ ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ അവരുടെ റീസണബിൾ പ്രൈസിൽ, അതായത് ഒരു ന്യായമായ വിലക്ക് അവർക്ക് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗുഡ്സ് കൺസ്യൂമറിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൺസ്യൂമറിനോടുള്ള ബിസിനസ്സിനുള്ള ഉത്തരവാദിത്തങ്ങൾ. പിന്നെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റ് ഒരുപാട് റൂൾസും റെഗുലേഷൻസും അല്ലെങ്കിൽ ഒരുപാട് ലോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ബിസിനസ് സ്ഥാപനം ഗവൺമെന്റിനോട് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ തന്നെ ടാക്സ് ഒക്കെ കൃത്യമായിട്ട് അടക്കുക. അങ്ങനെ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ ഗവൺമെന്റിനോട് പാലിക്കേണ്ടതുണ്ട്. പിന്നെ നോക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിയോട് പുലർത്തേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻസ് ഒഴിവാക്കുക. അതേപോലെ തന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് അല്ലെ, ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. തുടങ്ങിയവയൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. വിവിധ ഗ്രൂപ്പുകളോടുള്ള ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, നോട്ട് ചെയ്ത് പോവാം, എക്സാമിന് വരാവുന്ന ഒരു ഏരിയയാണ്. ഓക്കെ ബിസിനസ് എത്തിക്സ് അടുത്തൊരു ഭാഗമാണ്. ബിസിനസ് എത്തിക്സ്. ഇപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം എന്ത് കാര്യങ്ങൾ ചെയ്യരുത്, എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ. അതായത് എല്ലാ സ്ഥാപനങ്ങളും ഒരു എത്തിക്സ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പം അതായത് ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഒരു എന്താണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ഫോളോ ചെയ്യേണ്ട എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ടു ചാർജ് ഫെയർ പ്രൈസ് അല്ലേ, എന്ത് സാധനമാണോ അതിന് ഫെയർ ആയിട്ടുള്ള ഒരു ചാർജ് ഈടാക്കുക. രണ്ടാമത് ടു യൂസ് ഫെയർ വെയിറ്റ്, അതായത് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഒരു തൂക്കത്തിൽ അല്ലെ ഫെയർ ആയിട്ടുള്ള ഒരു വെയിറ്റോട് കൂടിയിട്ട് വേണം നമുക്ക് സാധനങ്ങൾ കൺസ്യൂമറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. അതേപോലെ തന്നെ ടാക്സുകൾ അടക്കുക, ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സ് അടക്കുക, സേഫ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ സപ്ലൈ ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യേണ്ട ബിസിനസ് എത്തിക്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അതായത് ഒരു പ്രോഡക്റ്റിന്റെ ഹയർ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വെയിറ്റേജ് കൂട്ടിയിട്ട് അല്ലെ, സാധനങ്ങളുടെ വെയിറ്റ് വളരെ കുറവായിട്ടുള്ള വെയിറ്റ് കാണിച്ചിട്ട് അതിന് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ക്യാഷ് വാങ്ങാം. പിന്നെ അതേപോലെ തന്നെ ടാക്സ് അടക്കാതിരിക്കാം. അതേപോലെ തന്നെ സേഫ് അല്ലാത്ത പ്രോഡക്ട്സുകൾ വിൽക്കുക. ഇതൊക്കെയാണ് അൺഎത്തിക്കൽ ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ മുൻ വർഷകാലങ്ങളിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബിസിനസ് എൻവിറോൺമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എത്തിക്കൽ പ്രാക്ടീസ്. ഇപ്പം നമ്മൾ എത്തിക്സിനെ കുറിച്ചിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് എത്തിക്കൽ പ്രാക്ടീസ് അല്ലാത്തത്? നോട്ട് എത്തിക്കൽ പ്രാക്ടീസ്. നമുക്ക് ഓൾറെഡി അറിയാം എത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യരുതാത്തത് തുടങ്ങിയവയെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങിയവയെ കുറിച്ച് പറയുന്ന ഒരു ഏരിയയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കുക. പ്രോംപ്റ്റ് പേയ്മെന്റ് ഓഫ് ടാക്സസ് ടു ഗവൺമെന്റ് അല്ലേ, ഗവൺമെന്റിനുള്ള ടാക്സ് കറക്റ്റായിട്ട് അടക്കുക. രണ്ടാമത്തത് സെൽ പ്രോഡക്ട്സ് വിത്ത് കറക്റ്റ് മെഷർമെന്റ്, കറക്റ്റ് അളവിലുള്ള പ്രോഡക്ട്സ് വിൽക്കുന്നു. മൂന്നാമത്തത് ബ്ലാക്ക് മാർക്കറ്റിംഗ്, അതായത് കരിഞ്ചന്ത എന്ന് പറയും.
നാലാമത്തത് പ്രൊവൈഡിങ് ഫെയർ വേജ്. അതായത് എന്താണ് ഫെയർ വേജ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് ഫെയർ ആയിട്ടുള്ള ഒരു സാലറി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിൽ എത്തിക്കൽ പ്രാക്ടീസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതെന്താണ്? ടാക്സ് അടക്കുന്നു, അതേപോലെ തന്നെ നല്ല കറക്റ്റ് അളവിലുള്ള ഗുഡ്സ് കസ്റ്റമറിന് കൊടുക്കുന്നു, അതേപോലെ തന്നെ എംപ്ലോയീസിന് ന്യായമായിട്ടുള്ള വേജസ് കൊടുക്കുന്നു. അപ്പൊ ഇത് മൂന്നും എന്താണ്? എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇവിടെ എന്താണ് എത്തിക്കൽ? നോട്ട് അല്ലെങ്കിൽ എത്തിക്കൽ അല്ലാത്ത കാര്യങ്ങൾ എന്താണ്? ബ്ലാക്ക് മാർക്കറ്റിംഗ്, കരിഞ്ചന്ത എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ ബിസിനസ് എൻവിറോൺമെന്റിന്റെ എത്തിക്സ് എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കുക, ലിബറലൈസേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. റീസെന്റ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ലിബറലൈസേഷൻ റെഫേഴ്സ് ടു. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അവിടെ ഇൻറ്റഗ്രേറ്റിംഗ് ദി എക്കണോമി ഓഫ് എ കൺട്രി വിത്ത് ദി വേൾഡ് എക്കണോമി. ഇതാണോ ഇതിൻ്റെ ആൻസർ? ഞാൻ ഓൾറെഡി ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ 3 വേർഡ്സ് നിങ്ങളോട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻറ്റഗ്രേറ്റിംഗ് എന്ന് കാണുമ്പോൾ അവിടെ എന്താണ്? ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ ആണ് അവിടെ. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്? ലിബറലൈസേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കുക, റിഡ്യൂസിങ് ദി നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ്ഡ് ഫോർ ദി പബ്ലിക് സെക്ടർ. അടുത്ത ഓപ്ഷൻ നോക്കുക, റിഡ്യൂസിങ് ദി റോൾ ഓഫ് പബ്ലിക് സെക്ടർ. ഈ 2 ഓപ്ഷനും ഏത് റിലേറ്റഡ് ആണ്? പ്രൈവറ്റൈസേഷൻ എന്നുള്ള ഭാഗവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇവിടെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക് സെക്ടറിന്റെ റോള് കുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നോക്കുക, അടുത്ത ഓപ്ഷൻ നോക്കുക, എലിമിനേറ്റിംഗ് അൺനെസസറി കൺട്രോൾ ആൻഡ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബിസിനസ്സിന് അനാവശ്യമായിട്ടുള്ള കൺട്രോളുകളും റെസ്ട്രിക്ഷൻസുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബിസിനസ്സിന് കുറച്ച് ഫ്രീഡം കൊടുക്കുക അല്ലെ, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കുക. അപ്പോൾ അൺനെസെങ്കിൽ ആവശ്യമില്ലാത്ത കൺട്രോൾസും റെസ്ട്രിക്ഷൻസും ഒക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എലിമിനേറ്റിംഗ് അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ആ 3 വേർഡ്സ് ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഈസി ആയിട്ടുള്ള 3 വേർഡുകളാണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഡയമെൻഷൻസ് ഓഫ് ദി ബിസിനസ് എൻവിറോൺമെന്റ്. ബിസിനസ് എൻവിറോൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഡയമെൻഷൻസ് അല്ലേ ഏതൊക്കെയാണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ, ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക്, ലീഗൽ ആൻഡ് സോഷ്യൽ, ഓൾ ഓഫ് ദി എബോവ്. എന്താണ്? നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ബിസിനസ് എൻവിറോൺമെന്റിന്റെ ഫാക്ടേഴ്സ് അല്ലേ ഏതൊക്കെയാണ്? എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ ലീഗൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്? ബിസിനസ് എൻവിറോൺമെന്റിന്റെ ഡയമെൻഷൻസ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് എൻവിറോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, ആൻ എക്സാമ്പിൾ ഓഫ് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഏത് റിലേറ്റഡ് ആണ്? എത്തിക്സുമായി ബന്ധപ്പെട്ട ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എക്സാമ്പിൾ ഓഫ് എത്തിക്കൽ പ്രാക്ടീസ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അവിടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യണം. നോട്ട് എ എത്തിക്കൽ പ്രാക്ടീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്തിക്കൽ പ്രാക്ടീസ് അല്ലാത്തത് ഏത്? ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണ്? എത്തിക്കൽ പ്രാക്ടീസ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എത്തിക്കൽ പ്രാക്ടീസ് ഏതാണ് എന്നാണ്, ബിസിനസ് പ്രാക്ടീസ് ഏതാണെന്നാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. എന്താണ്? നോക്കൂ, ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കൂ. ടു ചേഞ്ച് മാക്സിമം പ്രൈസ് ഫ്രം ദി കസ്റ്റമർ. ഇതാണോ? അതായത് കസ്റ്റമറിൽ നിന്ന് മാക്സിമം പ്രൈസ് ഈടാക്കുക. ഇതാണോ? അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ടു യൂസ് ലെസ് വെയ്റ്റ്സ്. അതായത് കുറഞ്ഞ അളവിൽ കുറഞ്ഞ തൂക്കം നൽകിയിട്ട് കസ്റ്റമറിന് കൊടുക്കുക. ഇത് എത്തിക്കലായിട്ടുള്ള കാര്യമാണോ? അല്ല. അടുത്ത് നോക്കൂ. ടു പേ ടാക്സ്. ഇതെന്താണ്? എത്തിക്കലാണ് അല്ലേ. ടാക്സ് അടക്കുന്നു, ടാക്സ് പേ ചെയ്യുന്നു. അടുത്തൊരു ഓപ്ഷൻ നോക്കൂ. പ്രൊവൈഡ് അൺഹെൽത്തി പ്രോഡക്ട്സ്. ആരോഗ്യകരമല്ലാത്ത പ്രോഡക്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെന്താണ്? ഇതൊരു എത്തിക്കലായിട്ടുള്ള കാര്യമാണോ? അല്ല. അപ്പം ഇത് 3ഉം എത്തിക്കൽ അല്ലാത്ത കാര്യങ്ങളാണ്. ഇവിടെ എത്തിക്കലായിട്ടുള്ള കാര്യം എന്തു മാത്രമേ ഉള്ളൂ? ടു പേ ടാക്സ് ടു ഗവൺമെന്റ് അല്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കുക, ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിസിനസ് എൻവിറോൺമെന്റ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 കോളംസ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ഫസ്റ്റ് കോളവുമായി ബന്ധപ്പെട്ട ഭാഗം രണ്ടാമത്തെ കോളത്തിൽ നിന്നുള്ളത് ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ്. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നോക്കുക, എക്കണോമിക് എൻവിറോൺമെന്റ്. അപ്പം
അപ്പോൾ എക്കണോമിക് എൻവിറോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ്, ലീഗൽ എൻവിറോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ്. ഇപ്പോൾ എക്കണോമിക്കൽ എൻവിറോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഏതാണ് എന്ന് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. എക്കണോമിക് എൻവിറോൺമെൻറ്റ് എന്തായിരിക്കും? എക്കണോമിക് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ? അപ്പം എന്തായിരിക്കും? സ്ട്രെങ്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ? സ്ട്രെങ്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എക്കണോമിക് എന്ന് പറയുമ്പോൾ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടാണ്. അപ്പം എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അടുത്ത് നോക്കുക, പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ്. പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നോക്കുക, ഇതിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന്. എന്താണ്? ഗവൺമെന്റ് പോളിസീസ് ആണ് അല്ലേ? ഓരോ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അവരുടെ പോളിസീസും അതേപോലെ തന്നെ നിയമങ്ങളൊക്കെ മാറുന്നു അല്ലേ? അപ്പൊ അതാണ് പറയുന്നത് ഗവൺമെന്റ് പോളിസീസ്. അപ്പൊ രണ്ടാമത്തിന്റെ ഇതെന്താണ്? ഗവൺമെന്റ് പോളിസീസ്. മൂന്നാമത്തെ നോക്കുക, ലീഗൽ എൻവിറോൺമെന്റ്. ലീഗൽ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ നിയമവശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഭാഗത്ത് ലീഗൽ എന്നുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്യുന്ന ഭാഗം ഏതാണ്? റെഗുലേഷൻ അല്ലേ? റെഗുലേഷൻ ആണ് ലീഗൽ എൻവിറോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യം. അടുത്ത് നോക്കുക, ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ്. ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് പ്രോസസ് അഡോപ്റ്റഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സും അതേപോലെ തന്നെ സർവീസസിൻ്റെയും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെക്നോളജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം അല്ലേ? അതായത് ഗുഡ്സിൻ പ്രൊഡക്ഷനും അത് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും നല്ല രീതിയിൽ ചെയ്യാനും വിവിധ ടെക്നോളജീസ് ഇന്നും നമ്മുടെ ഇന്നത്തെ കാലത്ത് പുതുതായിട്ട് വന്ന ടെക്നോളജീസ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും? നമ്മുടെ പ്രോഡക്റ്റിനനുസരിച്ച് വിവിധ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുക? എ ആണ് അല്ലേ? അതായത് 1D എന്ന് പറയുമ്പോൾ എക്കണോമിക് എൻവിറോൺമെന്റ്, സ്ട്രെങ്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. 2C എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പോളിസീസ്. മൂന്നാമത്തത് ലീഗൽ എന്ന് പറയുമ്പോൾ റെഗുലേഷൻ എന്നുള്ള ആ ഒരു വേർഡ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. റെഗുലേഷൻ അല്ലേ? ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ അപ്രോച്ചസ് അഡോപ്റ്റഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. അപ്പോൾ ഇതാണ്, ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എത്തിക്സ് എന്താണെന്ന് നോക്കണം. അതേപോലെ തന്നെ ഈ 4 എൻവിറോൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് അല്ലേ? ആ ഒരു ഭാഗവും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. ബിസിനസ്സും അതിൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലുണ്ടാവണം ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ. ഓക്കെ അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ ചാപ്റ്റർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചാപ്റ്ററാണ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ 5 ഫങ്ഷൻസിലെ ഒന്നാമത്തെ ഫങ്ഷനാണ് പ്ലാനിങ് അല്ലേ? ഏതൊക്കെയാണ് 5 ഫങ്ഷൻസ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് അല്ലേ? അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഒരു 6ാമത്തെ ഫംഗ്ഷനായിട്ട് നമുക്ക് കോർഡിനേഷനും കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് അല്ലേ? നമുക്കറിയാം പ്ലാനിങ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യാണ്? മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് മുൻകൂട്ടി അതിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ചിട്ടും അനാലിസിസ് നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളൊരു പ്ലാനിങ് തയ്യാറാക്കും ഇല്ലേ? അപ്പോൾ അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള പ്ലാനിങ്. എന്താണ് പ്ലാനിങ്ങിനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. എന്താണ് പ്ലാനിങ്? ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. എന്താണ്? ഫ്യൂച്ചറിൽ, ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാനിങ് നടത്തുന്നുണ്ട് അല്ലേ? എന്ത് കാര്യത്തിനും എന്ത് വേണം? പ്ലാനിങ് വേണം. ഒരു ബിസിനസ് ആണെങ്കിൽ പ്രത്യേകിച്ചും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കുക, എന്തൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ്? പ്രൈമറി ഫംഗ്ഷൻ, അതായത് മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പ്രൈമറി ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നോക്കൂ, ഓൾവേസ് ഗോൾ ഡയറക്റ്റഡ്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താണ് നമ്മുടെ ലക്ഷ്യം, അതിനനുസരിച്ചായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതാണ് ഓൾവേസ് ഗോൾ ഡയറക്റ്റഡ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കുക, പെർവാസീവ് ഇൻ ഓൾ ലെവൽ. അതായത് എല്ലാ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ മേഖലയിലും എന്ത് വേണം?
പ്ലാനിങ് അത്യാവശ്യമാണ് അല്ലേ? പ്ലാനിങ് ഇല്ലാത്ത ഒരു മേഖലയും ഇല്ല. അതാണ് പറയുന്നത് പെർവാസീവ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, ഫ്യൂച്ചറിസ്റ്റിക്സ് അല്ലേ? ഫ്യൂച്ചറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഭാവിയിലേക്കുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ? നമ്മൾ എന്താണ് കഴിഞ്ഞ കാലത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യോ? ഇല്ല, ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത്. അടുത്ത് നോക്കൂ, ഇന്റലക്ച്വൽ ആക്ടിവിറ്റി. അങ്ങനെ വെറുതെ ഒരാൾക്ക് പ്ലാനിങ് നടത്താൻ കഴിയില്ല അല്ലേ? വളരെയധികം ഒരു കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ട് സ്റ്റഡി നടത്തി നമുക്ക് ക്രിയേറ്റീവായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്ലാനിങ് നടത്താൻ. അതാണ് നമുക്ക് ഇന്റലക്ച്വൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്ത്? പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് നോക്കുക, കണ്ടിന്യൂസ് ആക്ടിവിറ്റി. പ്ലാനിങ് എന്ന് പറയുമ്പോൾ നിർത്തുന്നില്ല. ഒരു സ്ഥാപനത്തിന്റെ അവസാനം വരെ പ്ലാനിങ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. പ്രൈമറി ഫംഗ്ഷൻ ആണ്, ഓൾവേസ് ഗോൾ ഡയറക്റ്റഡ് ആണ്, പെർവാസീവ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ് ആണ്, ആൻഡ് കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്. ഇനി അടുത്തത് നോക്കുക, ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. പ്ലാനിങ്ങിൻ്റെ റിജിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്താണ്? അതിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അനാലിസിസ് ഒക്കെ നടത്തി നമ്മൾ പ്ലാനിങ് നടത്തി. പക്ഷേ അവിടെ എന്താണ്? അപ്പം അങ്ങനെ പ്ലാനിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ പ്ലാനിങ് തെറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നില്ല. അതാണ് റിജിഡിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കുക, പ്രോബബിലിസ്റ്റിക്സ് അല്ലേ? പ്ലാനിങ് നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിലേക്കുള്ളതാണ്, ഭാവിയിലേക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഭാവിയെ നമുക്ക് മുൻകൂട്ടി കാണാൻ, അതായത് നമ്മുടെ പ്രഡിക്ഷൻ്റെ ബേസിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഭാവിയിൽ ഇത് സംഭവിക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാനിങ് നടത്തുന്നത്. ചിലപ്പോൾ അത് തെറ്റാവാം, ശരിയാവാം. അതാണ് പ്രോബബിലിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ? അതായത് എന്താണ്? ഒരു പ്രഡിക്ഷൻ ആണ്, നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരിക എന്നുള്ളത്. അപ്പോൾ അടുത്ത് നോക്കുക, എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എക്സ്പെൻസീവ് ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻ വർഷങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ അങ്ങനെ എല്ലാ വശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും അതേപോലെ തന്നെ അപ്പോൾ ഇത് എന്താ കൂടുതൽ സമയമെടുക്കും അല്ലേ? ഇങ്ങനെ കുറേ വശങ്ങളെ കുറിച്ച് അനാലിസ് ചെയ്ത് സ്റ്റഡി നടത്തി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോഴേക്കും ഒരു സംഖ്യ അതിന് ചിലവാവുകയും ചെയ്യും, ടൈം കൺസ്യൂമിങ് ആവുകയും ചെയ്യും അല്ലേ? അടുത്ത് നോക്കുക, ഡിലേ ഇൻ ആക്ഷൻ. നമ്മളൊരു കാര്യം നമുക്ക് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ? പ്ലാനിങ് എന്ന് നടത്തുമ്പോൾ എന്താണ്? പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ആദ്യം കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ എല്ലാ വശങ്ങളെ കുറിച്ചും പഠിച്ച് അനാലിസിസ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ പ്ലാനിങ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാനിങ് പ്രകാരം ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിലെന്ത് വരും? കാലതാമസം വരും അല്ലേ? അതായത് ആക്ഷൻസ് എങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ നമുക്ക് ഒരുപാട് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കുക, ഇവിടുത്തെ സ്റ്റെപ്സ്. പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യുക? പ്ലാനിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോസസ്സ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ നോക്കുക? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾവേസ് ഗോൾ ഓറിയന്റഡ് ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? ഇതിൻ്റെ സ്റ്റെപ്സ് അടുത്ത നോക്കുക, ഇതിൻ്റെ സ്റ്റെപ്സ് ആണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്സ് നോക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾവേസ് ഗോൾ ഓറിയന്റഡ് ആണ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് സെറ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ നോക്കുക, മേക്കിംഗ് അസംഷൻസ്. നമ്മൾ എന്ത് ചെയ്യാണ്? അസംഷൻസ്, അതായത് നമ്മുടെ ഊഹങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഊഹങ്ങൾ നമ്മൾ മേക്ക് ചെയ്യാണ്. അതായത് ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ഇത്രത്തോളം ബിസിനസ് വർദ്ധിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ബിസിനസ് ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപയെങ്കിലും ആക്കുക എന്നുള്ളതാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ട അസംഷൻസ് നടത്തണം അല്ലേ? അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാം, അല്ലെങ്കിൽ സെയിൽസ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാം. അങ്ങനെയുള്ള ഊഹങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? മേക്ക് ചെയ്യും. അടുത്ത് നോക്ക്, ഡെവലപ്മെന്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഇപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കുക, അതായത് നമ്മൾ ഈ പ്ലാൻ ചെയ്തത് പ്രകാരം നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് നടപ്പിലാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ രീതികളുണ്ട്, നമുക്ക് എന്തൊക്കെ രീതികൾ സ്വീകരിക്കാം,
അതിനെക്കുറിച്ച് പറയുന്നതാണ് ഡെവലപ്മെന്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം പ്രോഫിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ സെയിൽസ് കൂട്ടാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ മാർക്കറ്റിംഗ് ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കൺസ്യൂമറിനെ ആകർഷിപ്പിക്കാം. അങ്ങനെ പല രീതികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലാഭം 2 ലക്ഷത്തിൽ കൂടുതലാക്കാൻ പറ്റും അല്ലെ. അപ്പോൾ അങ്ങനെ പല രീതികൾ, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണേ, ആ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആക്ഷൻസിനെ നമ്മൾ ഇവാലുവേഷൻ, ഒരു അനാലിസിസ് നടത്തും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്ന്. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞതിന് ശേഷം 5-മത്തെ എന്താണ്, സെലക്ട് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മുടെ ലക്ഷ്യം നേടാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യും. അടുത്ത് നോക്ക് ഇംപ്ലിമെന്റേഷൻ, അത് നടപ്പിൽ വരുത്തും. നമ്മൾ ഏത് മെത്തേഡാണോ നമ്മൾ സെലക്ട് ചെയ്തത് അത് നടപ്പിലാക്കുക. ഇതാണ് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ഒരു പ്ലാനിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ടൈപ്സ് ഓഫ് പ്ലാനിങ്. ഒന്നാമത്തതാണ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻഡ് റിസൾട്ട്, എന്താണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതാണ്, അതായത് എന്താണോ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അതാണ് എന്ത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ്, പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് നടപ്പിൽ വരുത്തിയാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, അതാണ് എന്ത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കും അല്ലെ, പല രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയും, അതാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് നോക്കുക പോളിസി. പോളിസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു പ്ലാനിങ്ങിൻ്റെ ഒരു ടൈപ്പാണ്. അതായത് ഇപ്പം നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്ലാനിങ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഗൈഡ്സ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ, നമ്മുടെ ഡിസിഷനെ ഗൈഡ് ചെയ്യുക. അതായത് അവിടുത്തെ എന്താണ് വിവിധ പോളിസീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളത് ഗൈഡ് ചെയ്യും. എന്താ ആ ലക്ഷ്യം നേടാൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് പോളിസിയിലൂടെ. അടുത്തത് നോക്കൂ പ്രൊസീജിയർ അല്ലേ, നമ്മളൊരു പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കണമെങ്കിൽ ഒരു കറക്റ്റ് സീക്വൻസസ് ഫോളോ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റാഫിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ അപ്ലിക്കേഷൻ ഫോംസ് കളക്ട് ചെയ്യും അല്ലേ. അത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, അത് സ്ക്രൂട്ടനൈസ് ചെയ്യും. ആ അപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് പഠിക്കും. എന്നിട്ട് അതിനുശേഷം അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് അവർക്ക് വിവിധ ടെസ്റ്റുകൾ നടത്തും. അതിലൊക്കെ അവർ ഓക്കെ ആണെങ്കിൽ എന്താണ് അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കും. ഇതെന്താണ്, ഒരു സീക്വൻസ് ആണ്, ഒരു ഓർഡർ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ പ്ലാനിങ് നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സീക്വൻസസ് ഓഫ് എനി വർക്ക് പെർഫോമൻസ്, നമ്മൾ പെർഫോം ചെയ്യുന്ന വർക്കിന്റെ സീക്വൻസസ് ആണ് ഇവിടെ പ്രൊസീജിയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കുക മെത്തേഡ്സ് അല്ലേ. ഇപ്പം ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു, അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിവിധ രീതികൾ പ്രയോഗിക്കാം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതാണ് ഈ മെത്തേഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കുക റൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നതാണ് റൂൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വാട്ട് ഈസ് ഡൺ ആൻഡ് നോട്ട് ടു ബി ഡൺ. അടുത്തത് നോക്കും ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസിൽ അല്ലേ, അതായത് സംഖ്യാപരമായിട്ട് നമ്മുടെ റിസൾട്ടിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷങ്ങളിലെ പ്ലാനിങ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. നോക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡാഷ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താ പറയുന്നത്, പ്ലാനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുകയാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് ഓർഗനൈസിങ്, പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ബഡ്ജറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, പ്ലാനിങ് ആണ് അല്ലേ. അതായത് നമുക്കറിയാം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്കുള്ളത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. അടുത്ത നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് വിത്ത് ഇൻവോൾവ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. നമ്മൾ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ്
പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ? അതായത് മാനേജ്മെന്റിന്റെ ഏത് ഫംഗ്ഷനാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുന്ന മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ഏതാണ്? ഏതാണ്? പ്ലാനിങ് ആണ് അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സുകൾ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് പ്ലാനിങ്? ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്? താഴെ തന്നിരിക്കുന്നവയിൽ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ അല്ലാത്തത് ഏത്? അപ്പൊ ഇവിടെ റിജിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ നോക്കുക പ്രോബബിലിസ്റ്റിക്സ് അല്ലെ, ഫ്യൂച്ചറിനെ, അതായത് എക്സ്പെക്ടേഷൻ ആണ്. അപ്പൊ ഇതും എന്താണ്? നമ്മുടെ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ആണ്. മൂന്നാമത്തെ നോക്കുക എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് എന്ന് പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതുമല്ല. ലാസ്റ്റ് വൺ നോക്കൂ, ടൈം സേവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അല്ല, അതായത് ടൈം കൺസ്യൂമിങ് ആണ് അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ, ടൈം സേവിങ് ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നോട്ട് എ ലിമിറ്റേഷൻസ് അല്ലാത്തത് ഏത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ ടൈം സേവിങ് അല്ലെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എ പോളിസി ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഗൈഡ് അല്ലെ. പോളിസി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗൈഡ്സ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ. ഡിസിഷൻ മേക്കിങ്ങിനെ, നമ്മൾ എടുത്ത ഡിസിഷനെ ഗൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഡിസിഷൻ മേക്കിംഗ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ് അല്ലെ. അതായത് സംഖ്യാപരമായി നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ എക്സ്പ്രസ് ചെയ്യുന്ന പ്ലാനിങ്ങിന്റെ ഏത് ടൈപ്പാണ്? ഏതാണ്? ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ ന്യൂമറിക്കൽ ടേംസ് എന്നൊരു വേർഡ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, അതിന്റെ ആൻസർ എന്താണ്? ബഡ്ജറ്റ് അല്ലെ. എക്സ്പെക്റ്റഡ് റിസൾട്ട് ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ടൈപ്സ് ഓർക്കുക: ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ് ആൻഡ് ബഡ്ജറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്കൊരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്താൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ 1 വേർഡിന് ഇത്തരത്തിലുള്ള ഈ ഒരു ടൈപ്സ് ഓഫ് പ്ലാനിങ്ങിൽ നിന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും 1 വേർഡിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ, അടുത്ത ഒരു ഭാഗമാണ് ഓർഗനൈസിങ്. അപ്പം നമ്മൾ ഓൾറെഡി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി ഓർഗനൈസിങ് എന്താണെന്ന് നോക്കാം. ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളൊരു ഓൾറെഡി സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വർക്കുകൾ ചെയ്യണം അല്ലേ. അപ്പോൾ അത് ഓർഗനൈസിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 4 കാര്യങ്ങളാണ്. അതായത് ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വർക്കുകൾ ഏതൊക്കെയാണ്, അതായത് പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം. എന്നിട്ട് ഒരേ സ്വഭാവമുള്ള വർക്കുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രൂപ്പുകളാക്കി തരംതിരിക്കണം. രണ്ടാമത്തെ നോക്കുക, ഡിറ്റർമൈനിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി അല്ലേ. അതായത് അധികാരവും ഉത്തരവാദിത്വവും. ആർക്കൊക്കെയാണ് അധികാരം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഉത്തരവാദിത്വം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആരാണ് മാനേജർ, ആരാണ് സുപ്പീരിയർ, ഇതൊക്കെ തീരുമാനിക്കുന്നതാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. മൂന്നാമത്തെ നോക്കുക, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ്. അതായത് മാനേജർ സുപ്പീരിയർ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന്, അല്ലെങ്കിൽ ആരാണ് തനിക്ക് കീഴിലുള്ള വർക്കേഴ്സ്, അല്ലെങ്കിൽ തൻ്റെ മാനേജർ ആരാണ്, അങ്ങനെയുള്ളതൊക്കെ തീരുമാനിക്കുന്ന ഭാഗമാണ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കുക, ഡിറ്റർമൈനിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പം നമ്മൾ ആദ്യം വർക്കുകൾ തിരിച്ചറിഞ്ഞു, രണ്ടാമത്തത് അധികാരവും ഉത്തരവാദിത്തമൊക്കെ ഓരോരുത്തർക്ക് കൈമാറി, മൂന്നാമത്തത് എംപ്ലോയീസും അല്ലെങ്കിൽ ഓരോരോ പോസ്റ്റിലിരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധം എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് എന്ത് ചെയ്യണം? ആ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കൂടിയതാണ് എന്ത്? ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓർഗനൈസിങ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ എന്താണ് ഓർഗനൈസിങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം. ഇനി അടുത്തത് നോക്കുക, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ
രണ്ട് സ്ട്രക്ചറുകളാണുള്ളത്. ഒന്ന് ഫങ്ഷണൽ സ്ട്രക്ചറും രണ്ട് ഡിവിഷണൽ സ്ട്രക്ചറും. ഇവിടെ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള ജോലികളെ ഒരു ഡിപ്പാർട്ട്മെന്റുകളാക്കി വിവിധ ഡിപ്പാർട്ട്മെന്റുകളാക്കി തരംതിരിക്കുകയാണ്. ഇവിടെ നോക്കുക, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു. അടുത്തത് മാർക്കറ്റിംഗ് ഒരു സ്ഥാപനത്തിലെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് സെയിൽസ്, പ്രൊഡക്ഷൻ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സബ് യൂണിറ്റ് എല്ലാ കാര്യങ്ങളും ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട്. അടുത്ത് നോക്കുക, ഫിനാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ധനകാര്യവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു. അതായത് അക്കൗണ്ടിങ്, ഡെബിറ്റ് കളക്ഷൻ, ഇതൊക്കെ. അടുത്തത് പേഴ്സണൽ, അതായത് എംപ്ലോയീസുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, റെമ്യൂണറേഷൻ, ഇതൊക്കെയാണ് ഈ ഒരു പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ സെയിം അല്ലെങ്കിൽ ഒരേപോലെ സ്വഭാവമുള്ള വർക്കുകളെയൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാക്കി തിരിക്കുന്നതിനെയാണ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത് നോക്കുക, ഡിവിഷണൽ സ്ട്രക്ചർ, അതായത് ഫങ്ഷണൽ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഇനി ഡിവിഷണൽ സ്ട്രക്ചർ നോക്കുക. അതായത് ഒരു മൾട്ടി പ്രോഡക്ട്സുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഡിവിഷണൽ സ്ട്രക്ചർ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സാംസങ് കമ്പനി ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ മൊബൈൽ ഫോൺ എന്നുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസിങ്, പേഴ്സണൽ. അടുത്ത് നോക്കുക, വാഷിംഗ് മെഷീൻ എന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വാഷിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിങ്ങും, പ്രൊഡക്ഷൻ, പേഴ്സണൽ, ഫിനാൻസ്. നമ്മുടെ ഫങ്ഷണൽ സ്ട്രക്ചറിൽ എങ്ങനെയായിരുന്നു? അതായത് ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് നടക്കുക. ഇവിടെ എന്താണ്? ഓരോ പ്രൊഡക്റ്റിനെയും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓരോ പ്രോഡക്റ്റിന്റെ അണ്ടറിലും വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇതിനെയാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ താഴെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസിങ്, പേഴ്സണൽ. അതായത് അടുത്ത പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, പേഴ്സണൽ. അപ്പോൾ അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഡിവിഷണൽ സ്ട്രക്ചറും ഫങ്ഷണൽ സ്ട്രക്ചറും നിങ്ങളോട് എഴുതാൻ പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. 1 വേർഡ് ആയിട്ടും ചോദിക്കാം, ചിലപ്പോൾ 2 മാർക്കിനായിട്ടും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ നമുക്കറിയാം എന്താണ് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും രണ്ടും അധികാരം താഴേക്കടിയിലേക്ക് കൈമാറുന്നത് തന്നെയാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു മാനേജർ തനിക്ക് തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റിന് എന്ത് ചെയ്യാണ്? വർക്ക് കൈമാറുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു മാനേജർക്ക് ഒരു 300 അല്ലെങ്കിൽ ഒരു മാനേജർക്ക് ഒരു 300 ഡാറ്റ എൻട്രി ചെയ്യണമെന്ന്, അല്ലെങ്കിൽ 300 കോപ്പി ഡാറ്റ എൻട്രി ചെയ്യാനുള്ളൊരു വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്? അതിലൊരു 100 അല്ലെങ്കിൽ ഒരു 150 വർക്ക് തനിക്ക് തൊട്ട് താഴെയുള്ള ആളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ലെവലിലേക്കും, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മുതൽ താഴേക്കടിയിലുള്ള എല്ലാ വർക്കേഴ്സിനിടയിലേക്കും അധികാരം കൈമാറുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ വർക്കേഴ്സിനെയും അല്ലെങ്കിൽ എല്ലാ ലെവൽ ഓഫ് മാനേജ്മെന്റിനെയും എന്ത് ചെയ്യാണ്? ഒരു സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഇൻവോൾവ് ആക്കുകയാണ്. അപ്പോൾ അതാണ് ഇവ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ നോക്കുക, ഇവിടെ എന്താണ് നോക്കുക, അസൈനിങ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ക്രിയേറ്റിംഗ് അക്കൗണ്ടബിലിറ്റി. എന്താ ചെയ്യുന്നത്? ഒരു മാനേജർ തനിക്ക് തൊട്ട് താഴെയുള്ള ആൾക്ക് എന്ത് കൊടുക്കുകയാണ്? ഒരു അധികാരം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു വർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അയാളുടെ വർക്ക് തൊട്ട് താഴെയുള്ള കീഴുദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ചെയ്തു തീർത്ത് കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്?
ആ കീഴുദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാണ്. അയാൾക്ക് നിർബന്ധമാണ് അത് ചെയ്യുക എന്നുള്ളത്. ഇവിടെ എന്താണ്, ഒരു അൾട്ടിമേറ്റ് ഔട്ട്കം ആണ്, അല്ലെങ്കിൽ ഒരു എൻ്റയർ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ലെവൽ ഓഫ് മാനേജ്മെന്റിനെയും ഉൾപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഡീസെൻട്രലൈസേഷനിൽ. ഇനി നോക്ക് ഡെലിഗേഷനിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജർ ആൻഡ് ഹിസ് സബോർഡിനേറ്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്, മാനേജർ തൻ്റെ തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റിന് വർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ നേരെ മറിച്ച് ഇവിടെയാണെങ്കിലോ അവിടെ ഈ ഒരു ഡെലിഗേഷനിൽ മാനേജറും സബോർഡിനേറ്റും മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ. എന്നാൽ ഡീസെൻട്രലൈസേഷനിൽ ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, എല്ലാ ലെവൽ ഓഫ് മാനേജ്മെന്റും ഇൻവോൾവ് ആവുന്നുണ്ട്. ഇനി അടുത്തത് നോക്കുക, ടു സ്പീഡ് അപ്പ് വർക്ക് ഇറ്റ് ഈസ് എസെൻഷ്യൽ അല്ലെ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വർക്ക് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തനിക്ക് തൊട്ട് താഴെയുള്ള വർക്കേഴ്സിന് ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എസെൻഷ്യൽ ആണ്, ഇത് നിർബന്ധമാണ്, അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് അല്ലെ ഡെലിഗേഷന്. ഡീസെൻട്രലൈസേഷനിൽ അത് ഓപ്ഷണൽ ആണ് അല്ലെ. ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഓപ്ഷണൽ ആണ്. വലിയ വലിയ ഓർഗനൈസേഷനിൽ മാത്രമേ ഡീസെൻട്രലൈസേഷൻ അപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഇനി അടുത്തത് നോക്കുക, ഇറ്റ് മേ ബി വിഡ്രോൺ. ഇപ്പോൾ ഒരു മാനേജർ അയാളുടെ അധികാരം വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അയാൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഡീസെൻട്രലൈസേഷൻ ആണെങ്കിൽ എല്ലാ ലെവൽ ഓഫ് മാനേജ്മെന്റിലേക്കും അധികാരം എത്തുമ്പോൾ അത് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എല്ലാ കഴിഞ്ഞ കാല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് കാണുന്നുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ട് ഈസ് ഡീസെൻട്രലൈസേഷൻ, വാട്ട് ഈസ് ഡെലിഗേഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും ഉള്ളൊരു ആൻസർ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മാനേജ്മെന്റിന്റെ മൂന്നാമത്തെ ഫംഗ്ഷനായ സ്റ്റാഫിംഗ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, അത് പ്ലാൻ ചെയ്തു, വർക്കുകളൊക്കെ ഓർഗനൈസിങ്ങിലൂടെ ഡിസൈൻ ചെയ്തു, അത് വർക്കുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. മൂന്നാമത്തത് നോക്കുക, സ്റ്റാഫിംഗ്. അപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ വേണം, എംപ്ലോയീസിനെ വേണം. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് റൈറ്റ് പീപ്പിൾ ഫോർ ദി റൈറ്റ് ജോബ് അറ്റ് ദി റൈറ്റ് ടൈം. അതായത് നമുക്ക് സ്റ്റാഫിങ്ങിലൂടെ എന്ത് കിട്ടും, റൈറ്റ് ജോബിന് അല്ലെങ്കിൽ ശരിയായ ജോബിന് ശരിയായ വ്യക്തികളെ ശരിയായ ടൈമിൽ നമുക്ക് ലഭ്യമാക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്റ്റാഫിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാഫിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്, മാൻ പവർ പ്ലാനിങ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു സ്ഥാപനത്തിന് എത്രത്തോളം നമ്പർ ഓഫ് എംപ്ലോയീസിന് ആവശ്യമുണ്ട് എന്ന് പ്ലാൻ ചെയ്യുന്നതിനെയാണ് മാൻ പവർ പ്ലാനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്ക്, ജോബ് അനാലിസിസ്. ഇപ്പൊ നമുക്ക് എത്രത്തോളം എംപ്ലോയീസിനെ വേണം എന്ന് നമ്മൾ കണ്ടെത്തി. ഇനി എന്ത് ചെയ്യണം, അതത് ജോബിനെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ സ്ഥാപനത്തിലുള്ള ജോബിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് പഠിക്കണം. അതായത് ആ ജോബിന് എത്രമാത്രം ക്വാളിഫിക്കേഷൻസ് വേണം, എത്രമാത്രം സ്കിൽ ആ ജോബ് ചെയ്യാൻ വേണം, എത്രമാത്രം എക്സ്പീരിയൻസ് ആ ജോബ് ചെയ്യാൻ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ജോബ് അനാലിസിസ് നടത്തി ഇനി അടുത്തത് എന്താ, റിക്രൂട്ട്മെന്റ്. ആൾക്കാരെന്ത് ചെയ്യണം, അതത് ജോബിലേക്ക് കണ്ടെത്തണം. അപ്പോൾ വിവിധ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് മെത്തേഡുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നു ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. അടുത്തത് നോക്കുക, സെലക്ഷൻ. അപ്പോൾ ആൾക്കാരെ കണ്ടെത്തി ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരുപാട് സോഴ്സുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തി അതിൽ നിന്ന് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ജോബിന് അനുയോജ്യമായിട്ടുള്ള ഒരു എംപ്ലോയിനെ കണ്ടെത്തണം. അപ്പോൾ അതിന് വിവിധ രീതിയിലുള്ള ടെസ്റ്റുകളും സെലക്ഷൻ അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള ഇന്റർവ്യൂകളൊക്കെ നടത്തിയിട്ട് സെലക്ഷൻ പ്രോസസ്സ് നടത്തും. അങ്ങനെ അതിൽ നിന്നൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ്മെന്റ് കൊടുക്കും അല്ലെ. പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പുതിയൊരു എംപ്ലോയി ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ എൻവിറോൺമെന്റിനെ കുറിച്ചിട്ടും അയാളുടെ ജോലി എന്താ എന്നുള്ളതിനെ കുറിച്ചിട്ടും ആരാണ് ഇവിടുത്തെ തൻ്റെ മാനേജർ അല്ലെങ്കിൽ എന്താണ് തൻ്റെ വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത് നോക്കുക, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പം ഇൻഡക്ഷൻ ഒക്കെ കൊടുത്തു, അപ്പം എന്ത് ചെയ്യണം, അയാൾക്ക് ആ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊടുക്കും. അടുത്ത സ്റ്റേജ് നോക്കുക, പെർഫോമൻസ് അപ്രൈസൽ. അയാളുടെ പെർഫോമൻസിനെ വിലയിരുത്തും. അയാൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, നല്ല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പെർഫോമൻസ് അപ്രൈസലിലൂടെ വിലയിരുത്തുന്നു. അടുത്ത് നോക്കുക, കോമ്പൻസേഷൻ. അയാൾക്ക് വർക്ക് ചെയ്തതിന് അയാൾക്ക് ആവശ്യമായിട്ടുള്ള
വേജ് അല്ലെങ്കിൽ സാലറി ഒക്കെ കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പാണ് കോമ്പൻസേഷൻ. ലാസ്റ്റ് സ്റ്റെപ്പ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ അല്ലേ. അപ്പോൾ അയാൾ നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, സ്ഥാനക്കയറ്റം കൊടുക്കും. അല്ലെങ്കിൽ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ മറ്റു ബ്രാഞ്ചുകളിലൊക്കെ ട്രാൻസ്ഫർ കൊടുക്കുന്നു. അപ്പൊ ഇത്രയും ഭാഗമാണ് ഈ ഒരു സ്റ്റാഫിംഗ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നോക്കുക, ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ എനി ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇപ്പൊ നമ്മൾ ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ വിവിധ ഇന്റേണൽ സോഴ്സിൽ നിന്നും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും കണ്ടെത്തണം. അപ്പൊ എന്താണ് ഇന്റേണൽ സോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ്? ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം അവരുടെ ജോലി ചെയ്യാൻ അതത് സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ ആളുകളെ തിരഞ്ഞെടുക്കുന്ന പ്രവൃത്തിയെ പറയുന്ന പേരാണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് സ്ഥാപനത്തിന്റെ പുറത്ത് നിന്ന് ആൾക്കാരെ കണ്ടെത്തും അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഇന്റേണൽ സോഴ്സിൽ 2 സോഴ്സിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒന്ന് പ്രൊമോഷൻ, രണ്ടാമത്തെ ട്രാൻസ്ഫർ. ഇവിടെ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നിലവിലുള്ള ജോലിയേക്കാൾ ഉയർന്ന പോസ്റ്റിലേക്ക് അയാളെ പ്രൊമോട്ട് ചെയ്യാണ്. അപ്പൊ അവിടെ അയാളുടെ സാലറി ഇൻക്രീസ് ചെയ്യും, അയാളുടെ പൊസിഷന്, അയാളുടെ സ്റ്റാറ്റസ് വർദ്ധിക്കും, അതേപോലെ തന്നെ സാലറിയും വർദ്ധിക്കും. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ അയാളുടെ സാലറിയോ അല്ലെങ്കിൽ അയാളുടെ സ്റ്റാറ്റസോ ഇംപ്രൂവ് ചെയ്യുന്നില്ല. അതായത് സെയിം ജോബിലേക്ക് തന്നെയാണ് അയാൾ മാറ്റുന്നത്. അതായത് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കാണ്, സെയിം ജോലിയിലേക്ക് തന്നെയാണ് അയാൾ മാറ്റുന്നത്. അപ്പോൾ അതാണ് ഈ ട്രാൻസ്ഫറും പ്രൊമോഷനും തമ്മിലുള്ള വ്യത്യാസം. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാറ്റസും സാലറിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ട്രാൻസ്ഫറിൽ എന്ത് ചെയ്യുന്നില്ല, സാലറിയോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ ഇൻക്രീസ് ചെയ്യുന്നില്ല, സെയിം ലെവൽ തന്നെയാണ്. അടുത്തത് നോക്കുക, എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കുക. മീഡിയ ഓഫ് അഡ്വർടൈസിങ് അല്ലേ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ഥാപനത്തിന് എംപ്ലോയീസിനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മീഡിയ വഴി അവരെന്ത് ചെയ്യും, ആൾക്കാരെ റിക്രൂട്ട് ചെയ്തെടുക്കും. ഇന്ന ജോലിയിലേക്ക് ഇന്ന ആൾക്കാരെ ആവശ്യമുണ്ട്, ഇത്രയും അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടാവും. അടുത്ത് നോക്കുക, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് അല്ലേ. നിരവധി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും, വിവിധ ഓർഗനൈസേഷൻ അതുവഴി എന്ത് ചെയ്യും, ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യും. അടുത്ത് നോക്കുക, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം വിവിധ തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഓർഗനൈസേഷനിലെ എന്താണ് HR പോയിട്ട് എന്ത് ചെയ്യും, അവിടെ സ്കില്ലായിട്ടുള്ള എന്തെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവരെന്ത് ചെയ്യും, അവരുടെ ഓർഗനൈസേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തും. അതാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് അൺസോളിസൈറ്റഡ് അപ്ലിക്കേഷൻ. ഇപ്പം നമുക്കറിയാം, നമ്മൾക്ക് എന്ത് ചെയ്യും, ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ അവർ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പല സ്ഥാപനങ്ങളിലും പോയി നമ്മുടെ CV അവിടെ കൊടുക്കും, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കൊടുത്തിട്ടുള്ള CV-കളിലെ എന്ത് ചെയ്യും, സ്ഥാപനത്തിന് എപ്പോഴെങ്കിലും ഒരു എംപ്ലോയിന് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപ്ലിക്കേഷൻ അവിടെ വന്ന് കിടപ്പുണ്ടെങ്കിൽ അവരത് എന്ത് ചെയ്യും, സ്ക്രൂട്ടനൈസ് ചെയ്യും. അതിൽ അവരുടെ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളെ അവർ തിരഞ്ഞെടുക്കും. പിന്നെ നോക്കുക, റിക്രൂട്ട്മെന്റ് അറ്റ് ദി ഫാക്ടറി ഗേറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് എംപ്ലോയീസിനെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നോട്ടീസ് ബോർഡിലോ അല്ലെങ്കിൽ അവരുടെ ഗേറ്റിന്റെ പുറത്തോ ജീവനക്കാരെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എംപ്ലോയീസിനെ ആവശ്യമുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് കണ്ടിട്ട് എന്ത് ചെയ്യും, കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യും. അടുത്തത് നോക്കുക, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസുകൾ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരുപാട് കാൻഡിഡേറ്റ്സ് അവിടെ പോയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുവഴിയും എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിനെ റിക്രൂട്ട്മെന്റ് നടത്താം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അതാണ് ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാഫിങ്ങിലെ അടുത്ത റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഫോർ സെലക്ഷൻ. സെലക്ഷൻ്റെ സ്റ്റെപ്പ് നോക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പാണ് സ്ക്രീനിങ് ദി അപ്ലിക്കേഷൻ അല്ലേ. നമ്മൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് CV അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ആ കിട്ടിയ അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രൂട്ടനൈസ് ചെയ്യും. അതിലുള്ള അതത് ക്വാളിഫിക്കേഷൻ, അതായത് ആ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഈ കാൻഡിഡേറ്റ്സിനുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, സ്കില്ലുണ്ടോ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ അപ്ലിക്കേഷൻ സ്ക്രീനിങ്ങിലൂടെ സംഭവിക്കും. അപ്പോൾ അതിൽ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഹോൾഡിംഗ് ടെസ്റ്റ്, വിവിധ ടെസ്റ്റുകൾ നടത്തും.
ടെസ്റ്റുകൾ നടത്തുക എന്ന് പറയുമ്പോൾ IQ ടെസ്റ്റ്, അതേപോലെ തന്നെ ട്രേഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തും. അപ്പോൾ അതിലും ഓക്കെ ആയിട്ടുള്ള വ്യക്തികളെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതായത് സെലക്ഷൻ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെ? ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂവും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്തും. അപ്പോൾ ആ ഇൻ്റർവ്യൂ പ്രോസസ്സിലും സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ചെക്കിംഗ് റെഫറൻസസ് അല്ലെ? അവർ റെഫറൻസ് ആയിട്ട് കൊടുത്തുള്ള വ്യക്തികളെ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരുടെ വ്യക്തിത്വത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് നോക്കുക, മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തത് എന്താണ്? ആ എംപ്ലോയീസിനെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. അയാൾ ഫിസിക്കലി ഫിറ്റ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും മെഡിക്കൽ എക്സാമിനേഷനിലൂടെ. അപ്പോൾ അതിലും അയാൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇഷ്യൂ ഓഫ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ. എന്ത് ചെയ്യും? അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കും. അപ്പോൾ ഇതാണ് സെലക്ഷൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഫോർ സെലക്ഷൻ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ഭാഗമാണ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ അടുത്ത ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. ഇപ്പം നമ്മൾ സ്റ്റാഫിനെയൊക്കെ നിയമിച്ചു, അതായത് ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെയൊക്കെ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ സ്റ്റാഫിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം. അതാണ് ഈ ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക? അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട്, ഗൈഡിങ് കൊടുത്തിട്ട്, സൂപ്പർവൈസിങ് കൊടുത്തിട്ട് ആൻഡ് ഇൻസ്പയറിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഡയറക്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റിംഗ് ഇൻവോൾവ് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിങ്, സൂപ്പർവൈസിങ് ആൻഡ് ഇൻസ്പയറിംഗ് പീപ്പിൾ അല്ലേ? ഒരു ഓർഗനൈസേഷനിലെ വർക്കേഴ്സിനെ ഇൻസ്പയർ ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, സൂപ്പർവൈസ് ചെയ്യുക, അതേപോലെ തന്നെ ഗൈഡ് ലൈൻസ് കൊടുക്കുക. അപ്പം ഇതാണ് ഡയറക്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുക, അടുത്തതാണ് ഇതിൽ ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിനെ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. 4 എലമെന്റ്സുകളുണ്ട്. ഈ 4 എലമെന്റ്സിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ കൂടുതൽ വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ 4 എലമെന്റ്സ്? കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് സൂപ്പർവിഷൻ. അപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അവിടെ ഒരു സെൻഡർ ഉണ്ടാവും, അയാൾ മെസ്സേജ് പാസ് ചെയ്യും, അവിടെ ഒരു റിസീവർ ഉണ്ടാവും, അയാൾക്ക് ലഭിക്കുന്നു അല്ലേ? അപ്പോൾ വിവിധ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എംപ്ലോയീസിനെ നമുക്ക് കറക്റ്റായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസെൻറ്റീവുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള സാലറീസ് കൊടുത്തുകൊണ്ടൊക്കെ അവരെ ആ വർക്ക് ചെയ്യുന്നതിൽ അവരെ മോട്ടിവേറ്റഡ് ആക്കണം അല്ലേ? വിവിധ തരത്തിലുള്ള ഇൻസെൻറ്റീവുകൾ ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സുകൾ ഉണ്ട് അല്ലേ? എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് നമ്മൾ ബോണസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മീഷൻസ് കൊടുക്കുക അല്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെർക്വിസൈറ്റ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എംപ്ലോയീസിന് കൊടുക്കുക. അതേപോലെ തന്നെ സാലറി, വേജസ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ്. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് പെർഫോമർ അവാർഡ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് ഉയർത്തുക, അതേപോലെ തന്നെ അവർക്ക് നല്ലൊരു വർക്കിംഗ് എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. പിന്നെ നോക്കുക ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു എംപ്ലോയീസ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു ലീഡർ വേണം അല്ലേ? ആ ലീഡർ എന്ത് ചെയ്യും? അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അടുത്ത് നോക്ക് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യണം അല്ലേ? അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തണം. അപ്പോൾ ഇത്രയും എലമെന്റ്സുകളാണ് ഈ ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ ഉള്ളത്. ഇതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അരുൺ വാസ് വർക്കിംഗ് ഇൻ ആൻ എന്റർപ്രൈസ് ഓൺ എ ഡെയിലി വേജ് ബേസ്. It was difficult for him to fulfill the basic need of his family. His daughter fell ill. He had no money for his daughter's treatment. To meet the expenses for her treatment, he participated in a cycle race and won the prize money. The cycle company offered him a permanent pensionable job, which he happily accepted.
എന്താണ്, അരുൺ എന്നുള്ള വ്യക്തി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളുടെ ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ് പോലും ഫുൾഫിൽ ചെയ്യാൻ അയാൾക്ക് ആ ഒരു വർക്ക് കൊണ്ട് കഴിയുന്നില്ല. അയാളുടെ മകൾ എന്ത് ചെയ്യാണ്, രോഗിയാണ്. അപ്പോൾ അവളെ ട്രീറ്റ്മെന്റിനും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ആർക്ക് എന്ത് വേണം, ഫണ്ട് വേണം. അതിനൊന്നുള്ള കപ്പാസിറ്റി അരുൺ എന്നുള്ള വ്യക്തിക്കില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, ഒരു സൈക്കിൾ റൈസിങ്ങിൽ പങ്കെടുത്തു. അങ്ങനെ അയാൾ അതിൽ വിൻ ചെയ്തു. അപ്പോൾ സൈക്കിൾ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ഒരു പെർമനന്റ് ആയിട്ടുള്ള പെൻഷനബിൾ ആയിട്ടുള്ള ഒരു വർക്ക് അരുണിന് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള പാരഗ്രാഫിൽ നിന്ന് അരുൺ എന്നുള്ള വ്യക്തി സാറ്റിസ്ഫൈഡ് ചെയ്ത 2 നീഡ്സ് ഏതൊക്കെയാണ്? ഇനി അയാൾക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യേണ്ട നീഡ്സ് ഏതൊക്കെയാണ്? അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം ഏത് ക്വസ്റ്റ്യനിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് പാർട്ടിൽ നിന്നാണ് വരുന്നത്? മോട്ടിവേഷൻ എന്നുള്ള പാർട്ടിലെ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിൽ നിന്ന്, ആ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി? മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുമ്പോൾ, മാസ്ലോ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അൺബാണ്ടഡ് ആണ്. അപ്പോൾ മനുഷ്യന്റെ ആവശ്യങ്ങളെ, അതായത് മനുഷ്യൻ എന്ന ഒരു സാമൂഹ്യ ജീവിക്ക് എന്താണ്, ഒരു ആവശ്യം കഴിഞ്ഞാൽ അടുത്ത ആവശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ നോക്കുക, മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക. അപ്പൊ 5 നീഡ്സുകളാണ് മാസ്ലോ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക് നീഡ്സ്. ഒരു മനുഷ്യന് ബേസിക് നീഡ്സ് അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങളൊന്നും ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് വേറെ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല അല്ലേ? ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ അല്ലേ? ഒരാൾക്ക് ഒരു വീടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമുണ്ടോ? അയാൾ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല. അയാൾക്ക് ഒരു ഫുഡിൽ അല്ലെങ്കിൽ ഒരു പട്ടിണി കിടന്നിട്ടുള്ള ഒരാൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അടുത്ത നീഡിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ? ഫിസിയോളജിക്കൽ നീഡ് പറയുമ്പോൾ ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, ഇത് 3ഉം കിട്ടിയ വ്യക്തിക്ക് മാത്രമേ അടുത്ത ആവശ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അടുത്ത ആവശ്യം എന്താ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കാലാകാലം എന്ത് ചെയ്യുക, ഈ ഫുഡും ഷെൽട്ടറും ക്ലോത്തും ഒക്കെ അയാളുടെ ജീവിതകാലം മൊത്തം അയാളത് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ അയാൾക്ക് അയാളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രെഡിക്റ്റബിൾ അല്ലെങ്കിൽ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോക്കുക, സോഷ്യൽ നീഡ്സ്. സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ അവിടെ സൊസൈറ്റിയിൽ നിൽക്കുന്നിടത്തോളം കാലം സൊസൈറ്റിയുമായിട്ടുള്ള ഒരു ബന്ധം അയാൾ എക്സ്പെക്ട് ചെയ്യും അല്ലേ? അതൊരു പ്രണയമായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേത് രീതിയിലുള്ള ഒരു അഫെയർ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ള സാമൂഹ്യ ജീവികളിൽ നിന്ന് അയാൾ പ്രതീക്ഷിക്കും. അപ്പൊ ഈ സോഷ്യൽ നീഡും ഫുൾഫിൽ ആയിട്ടുള്ള അയാളുടെ അടുത്ത നീഡ് എന്തായിരിക്കും? എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവരൊക്കെ തന്നെ ബഹുമാനിക്കാനുള്ള ഒരു ആഗ്രഹം അയാൾക്ക് ഉണ്ടാവും അല്ലെ? റെസ്പെക്ട് ചെയ്യാനുള്ള ആഗ്രഹം അയാൾക്ക് ഉണ്ടാവും. 4 ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടാനുള്ള ഒരു ആഗ്രഹം അയാൾക്ക് ഉണ്ടാവും. അതാണ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ നീഡ് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അല്ലെ? അതായത് മൊത്തത്തിൽ ഒരു വളർച്ച, മൊത്തത്തിൽ അയാളുടെ എല്ലാ നീഡും, ഈ 4 നീഡും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അയാളുടെ ഒരു വളർച്ച അയാൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇതാണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ അരുൺ എന്നുള്ള വ്യക്തിക്ക് സാറ്റിസ്ഫൈ ചെയ്ത നീഡ്സ് ഏതൊക്കെയാണെന്നാണ് നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഇവിടെ നമ്മുടെ സൈക്കിൾ കമ്പനി അരുണിന് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബ് കൊടുക്കുന്നതോട് കൂടിയിട്ട് അയാളുടെ ഫസ്റ്റത്തെ നീഡ് അയാൾ സാറ്റിസ്ഫൈ ചെയ്തു. ഏതാണ് നീഡ്? അയാൾക്ക് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ തുടങ്ങിയിട്ടുള്ള നീഡ് അയാൾ സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെന്താണ്? പെർമനന്റ് ആൻഡ് പെൻഷനബിൾ വർക്കാണ് അയാൾക്ക് കൊടുത്തത്. അതായത് അയാളുടെ ജീവിതകാലം മൊത്തം ആ ഒരു ജോലിയിൽ അയാൾ എന്താണ്? സുരക്ഷിതത്വം കിട്ടുന്നുണ്ട് അല്ലെ? അതായത് അയാളുടെ മകൾക്ക് അസുഖമാണെന്ന് പറയുന്നു. അപ്പൊ എന്താണ്? അയാൾക്ക് നല്ലൊരു പെൻഷനബിൾ ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള വർക്ക് ഉള്ളിടത്തോളം കാലം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരം അൺഫേവറബിൾ അല്ലാത്ത കണ്ടീഷനിൽ നിന്നൊക്കെ അയാളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ അതൊക്കെ നേരിടാനുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി അയാൾക്ക് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ 2 നീഡ്സും ആണ് അയാൾ ഫുൾഫിൽ ചെയ്തത് അല്ലെ? സേഫ്റ്റി നീഡ്സും ഫിസിയോളജിക്കൽ നീഡും. ഇനി അയാൾ ഫുൾഫിൽ ചെയ്യാനുള്ള 3 നീഡ്സ് ഏതൊക്കെയാണ്? സോഷ്യൽ നീഡ്സ് ആൻഡ് എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വിവിധ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. നോക്കുക, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു മാനേജർ തനിക്ക് തൊട്ട് താഴെയുള്ള സുപ്പീരിയറോട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം അല്ലേ. ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു മാർക്കറ്റിംഗ് മാനേജർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഫിനാൻസ് മാനേജറുമായിട്ട് ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. അതെന്താണ്? ഇൻഫോർമൽ ആണ് അല്ലെ. അവിടെ ഒരു ഒഫീഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ സംസാരിക്കുന്നത് അല്ലെ. അതാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത് നോക്കുക, അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ മുകളിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അതായത് ഒരു സബോർഡിനേറ്റ് ഒരു മാനേജറോട് ഒരു കാര്യം പറയാണ്. അപ്പൊ അവിടെ എന്താണ്? അപ്വാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? താഴേക്കിടയിൽ നിന്ന് മുകളിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത് അല്ലേ. അപ്പോൾ അപ്വാർഡ് എന്ന് പറയുമ്പോൾ ഒരു സബോർഡിനേറ്റ് സുപ്പീരിയറോട് സംസാരിക്കുന്നു, അതിനെ അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഡൗൺവാർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റിനോട് സംസാരിക്കുക. അതായത് ഒരു മാനേജർ ഒരു തനിക്ക് തൊട്ട് താഴെയുള്ള ഒരു വർക്കറിനോട് സംസാരിക്കുന്നത് എന്താണ്? ഡൗൺവാർഡ് ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോകുന്നത്? ടോപ്പ് ലെവലിൽ നിന്ന് താഴെ ലെവലിലേക്കാണ് പോകുന്നത് അല്ലേ. അതായത് ഒരു ടോപ്പ് ലെവൽ മാനേജർ തൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വർക്കറിനോടാണ് അവിടെ സംസാരിക്കുന്നത്. അതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത് നോക്കുക, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ ഒരു ഫിനാൻസ് മാനേജറോട്, അതായത് ഒരേ പൊസിഷനിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ അല്ലെ. ഇവിടെ ഫിനാൻസ് മാനേജറും മാർക്കറ്റിംഗ് മാനേജറും എന്താണ്? ഒരേ പോസ്റ്റാണ്, മീൻസ് എന്താണ്? ഒരേ റാങ്ക് ആണ് അവർക്ക് അല്ലെ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ മാനേജറാണ് മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ മാനേജറാണ് ഫിനാൻസിങ് മാനേജർ. അപ്പൊ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. അടുത്ത് നോക്ക്, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു എംപ്ലോയി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു എംപ്ലോയിയോട് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു അക്കൗണ്ടന്റിനോട് എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ഇനി നോക്കുക, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ അത് റിട്ടണോ അല്ലെങ്കിൽ ഓറലോ, അതായത് പറയുകയോ അല്ലെങ്കിൽ എഴുതി കൊടുക്കുകയോ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാനേജർ ഒരു സബോർഡിനേറ്റിനോട് ഫോണിലൂടെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലെറ്റർ വഴി ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആംഗ്യത്തിലൂടെയോ അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതിനെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ.